കേരള വിഷൻ ന്യൂസ് കുടുംബശ്രീ മിഷനുമായി ചേർന്ന് നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡുകളുടെ ജില്ലാതല വിതരണം തലസ്ഥാനത്ത് നടന്നു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന കൺവെൻഷന്റെ 2ാം ദിവസമാണ് പുരസ്കാരം വിതരണം. റവന്യൂ മന്ത്രി കെ രാജൻ പുരസ്കാര വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേരള വിഷൻ ന്യൂസ് കുടുംബശ്രീ മിഷനുമായി ചേർന്നൊരുക്കിയ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് തിരുവനന്തപുരം ജില്ലയിലെ മികച്ച 10 മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്ക് വേണ്ടിയാണ് തയ്യാറാക്കിയത്. ചടങ്ങിൽ സിഒഎ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് സ്വാഗതം അറിയിച്ചു. പരിചയപ്പെടുത്താൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ല. ഇത് പരിചയപ്പെടുത്തേണ്ടതായ ഇതിന് വിറ്റഴിക്കേണ്ടതായ ഒരു പ്ലാറ്റ്ഫോമുകൾ വേണ്ട വിധത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറഞ്ഞത്. അവിടെയാണ് കേരള വിഷൻ ഞങ്ങൾക്ക് ഇത്ര കണ്ട് സ്വീകാര്യത ഒരു പക്ഷേ ഈ യൂണിറ്റുകളിൽ നിന്ന് കിട്ടുമെന്നുള്ള ധാരണയിലല്ല, മറിച്ച് കുറച്ച് യൂണിറ്റുകൾ ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ ഇത് സമൂഹത്തിൽ അറിഞ്ഞിരിക്കേണ്ടതാണ്, ഇത് സമൂഹം പരിചയപ്പെട്ട് ഇരിക്കേണ്ടതാണ്, ഇതിന് സമൂഹത്തിൽ വേണ്ട രീതിയിൽ പ്രാധാന്യം കിട്ടേണ്ടതാണെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കുടുംബശ്രീ യൂണിറ്റുകളെ കേരളത്തിൻ്റെ കുടുംബങ്ങളിലേക്ക് 30 ലക്ഷം കുടുംബങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ കേരള വിഷൻ തയ്യാറാകുന്നത് എന്നുള്ളതാണ്. സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. കേരളത്തിൽ ഇപ്പോൾ ഏതാണ്ട് 3 ലക്ഷം കുടുംബശ്രീ യൂണിറ്റുകളുണ്ട് എന്നാണ് പറയുന്നത്. കേരളത്തിലെ 30 ലക്ഷത്തിലധികം വീടുകളിലേക്ക് കേരളത്തിൽ കേബിൾ ടി വി സേവനവും 12 ലക്ഷത്തിലധികം വീടുകളിലേക്ക് ഇന്റർനെറ്റ് സേവനവും നൽകുന്ന കേരളത്തിലെ ഏറ്റവും 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഡിജിറ്റൽ ബ്രോഡ്ബാൻഡ് പ്രൊവൈഡറാണ്. ആ കമ്പനിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന വാർത്താ ചാനലാണ് കേരള വിഷൻ ന്യൂസ്. അപ്പൊ ഈ 2 സംരംഭങ്ങളും കേരളത്തിൽ എണ്ണം കൊണ്ടും അതിന്റെ സ്വാധീനം കൊണ്ടും 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംരംഭങ്ങളാണ്. അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ കേരളത്തിലെ 3ൽ 2ഓളം വരുന്ന ജനസമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന വേദിയായി കേരള വിഷൻ ന്യൂസ് കുടുംബശ്രീ വേദികൾ മാറുന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. റവന്യൂ മന്ത്രി കെ രാജൻ അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ വിവിധങ്ങളായ തലങ്ങളിൽ കുടുംബശ്രീ എന്ന പ്രസ്ഥാനത്തെ എങ്ങനെയാണ് ഉപകരിക്കപ്പെടേണ്ടത് എന്ന് കേരളം തെളിയിച്ചിരിക്കുന്നു. കേവലം ബാങ്കിൽ നിന്ന് പണം മേടിക്കാനും ആഴ്ചയിൽ ഒരിക്കൽ കൂടിയിരുന്നു കൊണ്ട് ആ പണം എങ്ങനെ വിനിയോഗിക്കണം എന്ന് ആലോചിക്കാനും വേണ്ടിയുള്ള ഒരു കൂട്ടുകച്ചവടമാണ് കുടുംബശ്രീ സംവിധാനം എന്ന് പറഞ്ഞവർക്ക് തെറ്റി എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് അയൽക്കൂട്ടങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് കേരളത്തിലെ ഒരു പുതുപിറവിക്ക് രൂപം കൊടുക്കുകയായിരുന്നു കുടുംബശ്രീ എന്ന മഹാപ്രസ്ഥാനം. ഇവിടെ കേരള വിഷനും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും അതുപോലെ തന്നെ ഒരു വലിയ ചരിത്രമുള്ള പ്രസ്ഥാനമാണ്. മാധ്യമ രംഗത്തെ കുത്തകവൽക്കരണത്തിനെതിരായിട്ടുള്ള മഹാപോരാട്ടത്തിൽ പിറവി കൊണ്ടൊരു പ്രസ്ഥാനമാണ് കേരള വിഷനും. കേരള വിഷൻ ഇന്ന് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധയോടെ ജനകീയ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വിപുലമായ ഒരു വാർത്താ വിതരണ ശൃംഖലയായി കേരളത്തിൽ മാറാൻ വേണ്ടി കഴിഞ്ഞു. നിങ്ങളുടെ തലയ്ക്കുമീതെ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന സൂര്യൻ എക്കാലത്തേക്കുമായി അസ്തമിച്ചു പോകും എന്ന് കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ വക്താക്കൾ സിദ്ധാന്തം അവതരിപ്പിച്ചുകൊണ്ട് വാദിച്ചപ്പോൾ നിങ്ങളുടെ സൂര്യൻ നിങ്ങൾ അസ്തമിച്ചു പോയാൽ ഞങ്ങൾ ലക്ഷക്കണക്കിന് കൊച്ചു മനുഷ്യർ ഒരുമിച്ചു നിരുന്ന് കൊച്ചു മെഴുകുതിരികളായി നിന്നു കത്തി 1000 സൂര്യശോഭയോടെ ഇന്ത്യയുടെ ആകാശങ്ങളെ നിറയ്ക്കാൻ ഞങ്ങൾക്ക് കരുത്തുണ്ട് എന്ന അനുഭവങ്ങളിലൂടെ തെളിയിച്ച കേരള വിഷനും കുടുംബശ്രീയും ഒത്തുചേരുന്ന സായാഹ്നം എന്തുകൊണ്ടും ഏറെ സമ്പന്നമാണ് എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ ലോകത്തിന് മാതൃകയാകുന്ന രീതിയിൽ നടപ്പിലാക്കാൻ കുടുംബശ്രീക്ക് സാധിച്ചുവെന്ന് പരിപാടിയിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത മന്ത്രി GR അനിൽ അറിയിച്ചു. സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും പല വിധത്തിലുള്ള ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനത്തെ അതിൻ്റെ പ്രവർത്തനങ്ങളെ അനുമോദിക്കാൻ ഈ അവസരം തയ്യാറാക്കിയ ഈ അവസരത്തിലേക്ക് എത്തിയ സംഘാടകരെ കേരള വിഷനെയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് സംരംഭകരാണെങ്കിലും അവരുടെ എല്ലാം അത്തരം ഒരു തീരുമാനത്തെ അവരുടെ മുന്നോട്ടുള്ള ആ ഇടപെടലിനെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി അഭിനന്ദിക്കുകയാണ്. തുടർന്ന് പുരസ്കാര വിതരണം കരകുളത്തെ ഗ്രാമ്യ ന്യൂട്രിമിക്സ്, കടയ്ക്കാവൂരിലെ SB പേപ്പർ ബാഗ്, പാറശാല ഊരാൻകുടിവിളയിലെ ബഥേൽ ഹാൻഡ് എംബ്രോയിഡറി, കുളത്തൂരുള്ള VK ഹണി, അരുവിക്കര ശ്രേയ ഗാർഡൻസ്,
നേമം, മുക്കുന്നിമല, ആതിര ഹെർബൽ പ്രൊഡക്ട്സ് തുടങ്ങിയ സംരംഭങ്ങൾ പുരസ്കാരം ഏറ്റുവാങ്ങി. അതോടൊപ്പം മലയൻകീഴിലെ KR ഫിറ്റ്നസ്, വെട്ടൂരിലെ സിറ്റിസൺ ഇൻഫർമേഷൻ ബോർഡ്, തിരുവനന്തപുരം ജിസു ഇൻഫോടെക് സൊല്യൂഷൻസ്, പൂജപ്പുര നീഡിൽ ക്യൂൻ എന്നീ സംരംഭങ്ങൾ സ്പെഷ്യൽ ജൂറി പുരസ്കാരവും ഏറ്റുവാങ്ങി. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H. ദിനേശൻ IAS, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ, ചലച്ചിത്ര താരം സുരഭി ലക്ഷ്മി തുടങ്ങിയ കലാ, സാഹിത്യ, സിനിമ, വാണിജ്യരംഗത്തെ പ്രമുഖരും, സിഡ്കോ പ്രസിഡന്റ് K. വിജയകൃഷ്ണൻ, കേരള വിഷൻ MD പ്രജേഷ് അച്ചാണ്ടി, COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനീഷ്, COA ജനറൽ സെക്രട്ടറി PB സുരേഷ്, കേരള വിഷൻ ന്യൂസ് ചെയർമാൻ PS സിബി, COA തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കമാൽകുട്ടി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. പുരസ്കാര വിതരണത്തിനൊപ്പം കുടുംബശ്രീ അംഗങ്ങളും സിനിമ, ടെലിവിഷൻ രംഗത്തെ പ്രശസ്തരും പങ്കെടുക്കുന്ന കലാസന്ധ്യയും അരങ്ങേറി. ന്യൂസ് ഡെസ്ക്